അല്ല അല്ല ഈ ലീഗ് ഭരിച്ച പാകിസ്ഥാൻ ഭരണം വരുമെന്നല്ലേ പറഞ്ഞത്. ലീഗിലെ ഇയാളുണ്ടല്ലോ ഒരു പ്രസംഗം നടത്തിയില്ലേ, അയാളുടെ മനസ്സ് പാകിസ്ഥാൻ മനസ്സാണ്, ലീഗിൻ്റെ മനസ്സെന്നല്ല പറഞ്ഞത്. അവിടെ ഒരു എന്താണ് ഷാജി കെ എൻ ഷാജിയുടെ മനസ്സ് പാകിസ്ഥാൻ മനസ്സാണെന്നാണ് പറഞ്ഞത്. അയാളെന്താ പറഞ്ഞത്? അതെന്താ നിങ്ങൾ പറയാത്തത്? നിങ്ങൾ ഒരു ചാനലിൽ ചർച്ചയ്ക്കെടുത്തില്ലല്ലോ. ഇവരെല്ലാം നിന്ന് പ്രസംഗിക്കുന്നവിടെ ദുബായ് പുറല്ലേ പ്രസംഗിക്കുന്നത്. അയാൾ പറഞ്ഞതെന്താണ്? 9.5 കൊല്ലം ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു, കയറിയിട്ട് എല്ലാം എടുക്കണം, പിടിച്ചെടുക്കണം എന്നല്ലേ പറഞ്ഞത്. അപ്പോൾ അവരുടെ മനസ്സ് പാകിസ്ഥാൻ മനസ്സല്ലേ, അല്ലാതെ ലീഗിൻ്റെ മനസ്സ് പാകിസ്ഥാനെന്ന് പറഞ്ഞില്ല. ലീഗ് കൊള്ളാവുന്നവരുണ്ട്, കൊള്ളുകയില്ലാത്തവരുമുണ്ട്. വലിയ വക്താവായിട്ട് നടക്കണ ഈ പറഞ്ഞ ഗഫൂറിൻ്റെ പ്രസംഗങ്ങൾ കേട്ടില്ലേ? ഇവിടെ നിന്ന് പ്രസംഗിക്കുമ്പോൾ, കേരളത്തിൽ നിന്ന് പ്രസംഗിക്കുമ്പോൾ ഗഫൂർ എന്തോ പാവപ്പെട്ടവരുടെ കണ്ണീരൊപ്പാൻ നടക്കുന്ന പാവമാണ്. പക്ഷേ അവർ നേരെ ഗൾഫിൽ നിന്ന് പ്രസംഗിക്കുമ്പോൾ തനി തീവ്രവാദികളായി മാറുകയാണ്. ഇതൊക്കെ ഞങ്ങളല്ലാതെ ആര് പറയും? നിങ്ങൾ തന്നെയല്ലേ കാണിച്ചത് അവരുടെ പ്രസംഗങ്ങൾ. അത് ഞങ്ങൾ പറയണം. ഇവിടെ ഒരു രാഷ്ട്രീയക്കാരത് പറയുന്നില്ല, ചർച്ചയാകുന്നില്ല. എന്താ ചർച്ചയാകാത്തത്? വൈകുന്നേരത്തെ ചർച്ച തൊഴിലാളികളുണ്ടല്ലോ, അവരെന്താ ആ വിഷയം എടുക്കാത്ത? ഭയമാണല്ലേ? അത് ശരിയല്ല. ഇവിടെ ആരെന്ത് പറഞ്ഞാൽ അവരെന്ത് പറഞ്ഞാൽ അതിനെ ചോദ്യം ചെയ്യാൻ ഇവിടെ ആരുമില്ല, പറയാനൊക്കത്തില്ല. പറഞ്ഞാൽ ഞങ്ങളെല്ലാം എന്നെ 4 പ്രാവശ്യമല്ലേ വേട്ടയാടിയത്. അതൊന്നും ഞാനിവിടെ പറഞ്ഞില്ലല്ലോ. ഒരു പ്രാവശ്യമാണ്. ആദ്യം എന്നെ എന്താ ചെയ്തത്? ശ്രീനാരായണ യൂണിവേഴ്സിറ്റി സ്ഥാപിച്ചപ്പോൾ അതിനെതിരെ എന്നെ വേട്ടയാടിയില്ല, ഇവരില്ല, ഒന്നിച്ചു നിന്നുണ്ട്. അത് കഴിഞ്ഞ് രണ്ടാമതാണെങ്കിൽ ഇവിടെ 9 MP-മാരെ നിയമിച്ചു. ആ 9 നിയമിച്ചപ്പോൾ ഒരു പിന്നോക്കക്കാരില്ലെന്ന് പറഞ്ഞപ്പോൾ ഒരു രാഷ്ട്രീയക്കാരും എല്ലാം പ്രതികരിച്ച് ഈ മുസ്ലിം ലീഗല്ലേ പ്രതികരിച്ചത്. മൂന്നാമത് മലപ്പുറത്ത്. അങ്ങനെ നിരന്തരം എന്നെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയല്ലേ. അതിനാരും ഒന്നും എന്താ മിണ്ടാത്തത്? അപ്പോൾ ഞങ്ങൾ എൻ്റെ വായിട്ട് കുത്തിയാലും ഒന്നും മിണ്ടുകയില്ല എന്നുള്ളതെന്നാൽ അത് ശരിയല്ല. പ്രതികരിക്കുകയും ചെയ്യും. അതല്ല എൻ്റെ രക്തസാക്ഷിയാകേണ്ടി വന്നാൽ അതിനും തയ്യാർ. അവർക്ക് രക്തസാക്ഷി എടുക്കാൻ അവർക്കുള്ള മിഷറി ഉണ്ടല്ലോ. ഞാൻ ജാഗ്രത തയ്യാറാണ്. ഞാൻ മരണം ഒറ്റ പ്രാവശ്യമുള്ളൂ.